രാഹുൽ ഗാന്ധിക്ക് പൗരത്വ നിയമ ഭേദഗതിയിൽ മൗനമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിഷയത്തിൽ രാഹുൽ നിലപാട് വ്യക്തമാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസിനെ വിമർശിക്കുന്നതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് പരാതിയുണ്ട്. ഇതാണ് വിമർശനം. ഇന്നലെ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് ഒരക്ഷരം സംസാരിച്ചില്ല. ഇതിനെക്കുറിച്ച് പറയാലോ. ഇത് ഉണ്ടെങ്കിൽ പറയണം എന്ന് ഞങ്ങൾ പലവട്ടം ആവർത്തിച്ചല്ലോ. ഞങ്ങൾ എന്തുകൊണ്ടാണ് വിമർശിക്കാൻ തയ്യാറാകുന്നത് എന്ന് അദ്ദേഹം പരിശോധിക്കണ്ടേ. കോൺഗ്രസിൻ്റെ ധർമ്മമാണോ നിർവഹിക്കുന്നത്? കോൺഗ്രസിൻ്റെ ധർമ്മം സംഘപരിവാറിനോടൊപ്പം നിൽക്കലാണോ? സംഘപരിവാർ മനസ്സിനോട് ചേർന്ന് നിൽക്കലാണോ? സംഘപരിവാർ അജണ്ടയല്ലേ ഈ നടപ്പാക്കിയത്? സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ ബാധ്യതപ്പെട്ടവരാണ് BJP. കാരണം BJPയുടെ നേതൃത്വം RSS ആണ്. നിങ്ങൾക്കെന്താണ് കാര്യം? നിങ്ങൾ മതനിരപേക്ഷമാണെന്നല്ലേ പറയാറ്? നിങ്ങൾക്ക് എന്തുകൊണ്ട് സംഘപരിവാർ മനസ്സിന് യോജിപ്പ് വരുന്നു? അതല്ലേ. സച്ചിൻ ചേരുന്നു. സച്ചിൻ, ഇന്ന് മുഖ്യമന്ത്രി പാലക്കാടാണുള്ളത്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രചരണ പരിപാടികളുടെ വിശദാംശങ്ങൾ? ഷമ്മി, കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി UDF റാലികളിലടക്കം രാഹുൽ ഗാന്ധിയെ മാത്രമാണ് BJP വിമർശിക്കുന്നില്ല എന്നൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിനുള്ള വ്യക്തമായ മറുപടിയാണ് മുഖ്യമന്ത്രി പാലക്കാട് ജില്ലയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലികളിൽ പരാമർശിച്ചത്. അതായത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഒന്നുമില്ലെന്നും അതുപോലെ തന്നെ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കാലയളവിൽ നടന്ന പ്രക്ഷോഭങ്ങളിലൊന്നും കോൺഗ്രസിന്റെ ഒരു പങ്കാളിത്തം ഉണ്ടായില്ല എന്നും ഡൽഹിയിൽ നടന്ന സമരത്തിൽ പോലും രാഹുൽ ഗാന്ധി പങ്കെടുത്തില്ല എന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ചത്. കാരണം CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും അതുപോലെ തന്നെ CPI ജനറൽ സെക്രട്ടറി D രാജ അടക്കമുള്ളവർ പ്രക്ഷോഭത്തിന്റെ ഭാഗമായപ്പോൾ പോലും കോൺഗ്രസിന്റെ നേതൃനിരയിൽ നിന്ന് ആരും ഇത്തരത്തിൽ പൗരത്വ ഭേദഗതിക്കെതിരെയുള്ള പ്രക്ഷോഭത്തിൽ പങ്കെടുത്തില്ല എന്ന ആരോപണം മുഖ്യമന്ത്രി ഉന്നയിച്ചു. കേരളത്തിലെ കോൺഗ്രസും ഇതേ നിലപാടിലേക്ക് മാറി എന്നും മുഖ്യമന്ത്രി ആരോപണം ഉന്നയിച്ചു. കാരണം കേരളത്തിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നിയമസഭയിൽ ആദ്യം പ്രമേയം പാസ്സായപ്പോൾ ഒരുമിച്ച് നിന്ന കോൺഗ്രസ് പിന്നീട് KPCC പ്രസിഡന്റ് K സുധാകരന്റെ പ്രസ്താവനയാണ് പൗരത്വ നിയമ ഭേദഗതി പാർലമെന്റ് പാസ്സാക്കിയല്ലോ, കേരള സർക്കാരിന് പിന്നെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന ഒരു ആരോപണവുമായി പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ കേരളത്തിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് K സുധാകരൻ ശ്രമിച്ചു. ഇത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് എന്നാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല കോൺഗ്രസ് ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയ തലത്തിൽ സുപ്രീം കോടതി അടക്കമുള്ള ജുഡീഷ്യറി സ്ഥാപനങ്ങളിൽ ഒരു പരാതി നൽകുകയോ ഒന്നും ചെയ്തില്ല എന്ന ആരോപണവും മുഖ്യമന്ത്രി ഉന്നയിച്ചു. കാരണം കോൺഗ്രസിന് സംഘപരിവാർ അതേപോലെ തന്നെ RSSന്റെ അതേ നിലപാട് തന്നെയാണ് ദേശീയ തലത്തിലും കേരളത്തിലും ഇപ്പോൾ സ്വീകരിച്ചു പോരുന്നത് എന്ന ഒരു ആരോപണം കോൺഗ്രസിനും ഉന്നയിച്ചത്. സംഘപരിവാർ മനസ്സാണ്, അവർക്ക് അതേ നിലപാട് തന്നെയാണ് എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് പാലക്കാട്ട് പറഞ്ഞത്.